ഇന്നത്തെ രാത്രി നമ്മൾ UK എങ്ങനെയാണ് ഒരു കാറ്ററിംഗ് സർവീസ് എന്നുള്ളതാണ് കണ്ടത്. നമ്മൾ UK വന്ന് ഒരു 10 അല്ലെങ്കിൽ 25 പേരെ കൂടുതൽ ഒരു പരിപാടിക്ക് വിളിക്കുമ്പോൾ നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടല്ലേ, ഇവർക്ക് എങ്ങനെ ഫുഡ് കൊടുക്കും അങ്ങനെയുള്ള കാര്യത്തിന് ടെൻഷൻ. ആ ടെൻഷന് ഇന്ന് നിങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാം. ലമാൻസ കാറ്ററിംഗ്, വൺ ഓഫ് ദ ബെസ്റ്റ് കാറ്ററിംഗ്സ് ഇൻ UK എന്ന് തന്നെ നമുക്ക് പറയാം. അവർക്ക് ടേക്ക് അവേ ഷോപ്പും ഉണ്ട്. നിങ്ങൾക്ക് അവിടുത്തെ ടേക്ക് അവേന്ന് ഫുഡ് മേടിച്ച് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ആ കാറ്ററിംഗ് സർവീസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരുടെ കാറ്ററിംഗ് സർവീസ് എങ്ങനെയാണ് നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും. അതിൽ സ്റ്റാർട്ടർ ഉണ്ടോ, അതിന്റെ റേറ്റ് എന്താണ്, അവരെന്തൊക്കെ ഫുഡാണ് കൊടുക്കുന്നത്. ഇന്ന് ഇവർക്ക് ഷെഫീൽഡിൽ ഒരു അടിപൊളി പ്രോഗ്രാം ഉണ്ട്. ഇന്നപ്പോൾ അവർ എന്നെ വിളിച്ചിട്ടുണ്ട് ഒന്ന് വന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുമെന്ന്. അപ്പോൾ നമുക്ക് ജസ്റ്റ് പോയി അവരെങ്ങനെയാണ് അവർക്കിടെ ഒരു സർവീസ് കൊടുക്കണമെന്നുള്ളത് നമുക്ക് നേരിട്ട് വിഷ്വലി നമുക്ക് കാണാം. കമാ, ഇന്നത്തെ ഇവർക്കിടെ ഒരു കാറ്ററിംഗ് ഈവന്റ് എന്ന് പറയുന്നുണ്ടല്ലോ, UK ഡോക്ടേഴ്സിന് ഇവന്റ്സ് ആണ്. അതിൽ നൈജീരിയൻസ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, പഞ്ചാബികളുണ്ട്, മലയാളീസ് ഉണ്ട്. ഈ വർക്ക് കിട്ടിയത് തന്നെ, അതായത് ഒരു ഇന്റർനാഷണൽ ആയിട്ടുള്ള ആളുകൾക്കിടെ ഒരു വർക്ക് കിട്ടിയെന്ന് വരുമ്പോൾ തന്നെ ഇവർക്കിടെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. മച്ചന്മാരെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ഫുഡ് ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ഏറ്റവും ആദ്യം ഇത് ജസ്റ്റ് ഒരു വെൽക്കം, അതായത് സ്റ്റാർട്ടർ മാത്രമാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. നമുക്ക് ഇവിടെ ലസ്സി മാംഗോ ഷേക്ക് ഉണ്ട്, പിന്നെ ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ട്, പിന്നെ ഡ്രിങ്ക്സും കാര്യങ്ങളും, പിന്നെ ഇവിടെ ചിക്കൻ ഫ്രൈ, പിന്നെ കോളിഫ്ലവർ ഫ്രൈ ഉണ്ട്, പിന്നെ സലാഡ്സ് ഉണ്ട്, പിന്നെ മിന്റ് ഉണ്ട്. ചേട്ടാ ഇതെന്തായിരുന്നു? പിന്നെ മാംഗോ ചട്നി ഉണ്ട്. പിന്നെ നോർത്ത് ഇന്ത്യൻസിനൊക്കെയായിട്ട് നമ്മുടെ ഒരു ഉപ്പുമാവ് പോലത്തെ ഒരു ഐറ്റം ആണ്, അതും അടിപൊളിയാണ്. പിന്നെ നമുക്ക് പപ്പടം ഉണ്ട്, പിന്നെ സലാഡ്, പിന്നെ മുളക് ബജി, പിന്നെ നമ്മുടെ ഒരു മുളക് ഇടിച്ച ചമ്മന്തി ഉണ്ട്, പിന്നെ പൈനാപ്പിൾ കറി ഉണ്ട്, പിന്നെ ഉപ്പിലിട്ട മാങ്ങ, പൈനാപ്പിള്, ക്യാരറ്റ്, അങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ ചിപ്സും കാര്യങ്ങളും. പിന്നെ ഇത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, അടിപൊളിയായിട്ടുള്ള ഒരു ബനാന സലാഡ്. ഇത് പിന്നെ അച്ചാറ്, പിന്നെ അടിപൊളിയായിട്ടുള്ള ഒരു സലാഡുണ്ട്. ഇതൊക്കെ ഭയങ്കര, ഇത് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും, നമ്മുടെ മലയാളീസിന് മാത്രമല്ല നോർത്ത് ഇന്ത്യൻസിനും ഇന്ത്യൻസിനും തമിഴ്സിനും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഇവർക്കട. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നോർത്ത് ഇന്ത്യൻസിനായിട്ടുള്ള പാനിപൂരി കാര്യങ്ങളെല്ലാം. പിന്നെ ഇതിന് അറേഞ്ച് ചെയ്തേക്കുന്നതാണെങ്കിലും ഭയങ്കര സെറ്റപ്പാണ്. ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ ലൈറ്റ് ഇടും. ഇത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടർ മാത്രമാണ്. ഇനി നമുക്ക് ബിരിയാണി വേണുണ്ട്, കപ്പയും മീൻകറി ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ എടുക്കണായിരിക്കും. അപ്പൊ ഇതാണ് ഇതിന്റെ സ്റ്റാർട്ടർ. ശരിക്കും നമുക്കാണെങ്കിലും ഒത്തിരി രാജ്യക്കാരുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ സെക്യൂരിറ്റി പ്രോബ്ലംസ് കാരണമാണ് നമ്മൾ അവിടെ വന്നവർക്കുടെ ഫോട്ടോ ഒന്നും എടുക്കാത്തത്. പക്ഷെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഫുഡ് ഇഷ്ടപ്പെട്ടു. എനിക്കാണെങ്കിലും എസ്പെഷ്യലി പാനിപൂരിയൊക്കെ ആണെങ്കിലും അടിപൊളിയായിരുന്നു. പിന്നെ അവർക്കുടെ ഒരു ഹൈജീനാണെങ്കിലും എല്ലാം ഫുൾ ഒരു ഭയങ്കര തൃപ്തിയായിരുന്നു. നമുക്ക് നീറ്റ്നെസ്സിനെ പറ്റിയാണെങ്കിലും മൊത്തത്തിൽ അടിപൊളിയായിരുന്നു മച്ചാനെ. പിന്നെ റൈസ് ആണെങ്കിലും നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും ബട്ടർ നാനും അടിപൊളി. പിന്നെ അവൾക്ക് ഒരു മുളക് ബജിയും ഒരു മുളകിടിച്ച ചമ്മന്തി ഉണ്ടായിരുന്നു, അടിപൊളി. We really enjoyed your service. I think the food was delicious, and more than that, the service was amazing. The way you served everybody and you looked after all the guests, it was amazing. We'll definitely have you back again. അപ്പോൾ ലാസ്റ്റ് ഷോട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ പരിപാടിക്കും കഴിഞ്ഞ സ്ഥലം എല്ലാം നല്ല അടിപൊളിയാക്കി ക്ലീൻ ചെയ്ത് നമ്മൾ നമ്മുടെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ ഓക്കെ ഗൈസ്, സ്റ്റേ ട്യൂൺ ടു അബീസ് UK ചാനൽ. ബൈ.